കൂട്ടുകാരെ, ചെമ്പനീർ പൂവിൽ നമ്മുടെ സച്ചിയും രേവതിയും എന്നേക്കുമായി പിരിയുകയാണോ? അതേ പ്രേക്ഷകർ, നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഇനി നമ്മുടെ സച്ചിയും രേവതിയും ഒരിക്കലും പിരിയില്ല എന്നുള്ളത്. അത്രയ്ക്കും സ്നേഹത്തിലായിരുന്നു അവർ, അതല്ലേ? അതിനിടയിൽ നമ്മുടെ ശരത്ത് കുറെ പ്രശ്നങ്ങൾ കുത്തിക്കയറ്റി, ശരത്ത് കുറെ നുണകൾ പറഞ്ഞപ്പോ നമ്മുടെ സച്ചി നമ്മുടെ രേവതിയുടെ വീട്ടുകാരുടെ മെയിൻ ശത്രുവാണ്, അല്ലേ കൂട്ടുകാരെ? അപ്പൊ എന്തായാലും നമ്മുടെ രേവതിയുടെ അച്ഛന്റെ ഒന്നാമത്തെ ചരമദിനമാട്ടോ, ചരമവാർഷിക ദിനമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ രേവതിയുടെ അമ്മ അവിടെ വന്ന് ക്ഷണിക്കുന്നൊക്കെ ഉണ്ടല്ലോ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ വന്ന്. അങ്ങനെ സച്ചി, നമ്മുടെ അച്ഛൻ പറഞ്ഞത് പ്രകാരം നമ്മുടെ സച്ചി ആ ഒരു ചടങ്ങിന് വരുന്നുണ്ട്. സച്ചി അപ്പോൾ വീട്ടുകാരോടുള്ള ഒരു വഴക്കൊക്കെ മറന്ന് അച്ഛന്റെ ആ ഒരു ചടങ്ങിന് വേണ്ടി എത്തുമ്പോൾ നമ്മുടെ സച്ചിയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന ഒരു വാക്കുകൾ തന്നെയാട്ടോ അവിടെ നിന്നും നമ്മുടെ രേവതിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നത്. നമ്മുടെ രേവതിയുടെ അമ്മ അവിടെ വന്നവരോട് പറയുന്നുണ്ട്, ശത്രുവൊന്നും അല്ല ഇത് ചെയ്തത്, നമ്മുടെ സ്വന്തം ഈ വീട്ടിലെ മരുമകൻ തന്നെയാണ്, അവൻ ഇത്രയ്ക്കും റൗഡിത്തരം ചെയ്യണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി ഇത് കേട്ടിട്ടാണ് വരുന്നത്. അപ്പൊ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്തിനാ അമ്മയെ നിർത്തിയത്, പറഞ്ഞോളൂ, എനിക്കിത് തന്നെ കിട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരത്ത് വേഗം തന്നെ വലിയ ആളാകാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ഇങ്ങോട്ട് വന്നേ, മര്യാദക്ക് ഇറങ്ങി പൊക്കോ എന്നൊക്കെ പറഞ്ഞ് വലിയ ആള് കളിക്കുന്നുണ്ട്. അപ്പൊ സച്ചിക്കാണെങ്കിൽ നമ്മുടെ രേവതിയുടെ അമ്മയുടെ വാക്കുകളും നമ്മുടെ ശരത്തിന്റെ ഈ ഒരു ദേഷ്യവും വാശിയൊക്കെ കാണുമ്പോഴും അങ്ങോട്ട് സഹികെട്ട് പിടിവിട്ടിട്ട് നമ്മുടെ ശരത്തിനെ വീണ്ടും ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രേവതി, നിങ്ങൾക്ക് എന്താ പ്രാന്താണോ വട്ടാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിയെ അവിടെ നിന്നും മാറ്റി നിർത്തുന്നു. സച്ചിയാണെങ്കിൽ ഭയങ്കര വിഷമത്തോടു കൂടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, അല്ലെ? നമ്മുടെ രേവതിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായ ഒരു അവസ്ഥയിലാണല്ലേ കൂട്ടുകാരെ? എന്തായാലും ഈ ഒരു വഴക്കൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ. നമ്മൾക്ക് ഈ ഒരു വഴക്കൊന്നും കാണാൻ ആഗ്രഹമില്ല, അല്ലെ? അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.